ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL EDITS. NKL EDITSൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇവിടെ നല്ല മഴയുണ്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ശബ്ദങ്ങൾ കൂടി ഈ വീഡിയോയിലുണ്ടാവും. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒരു ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇമേജിലേക്കാണ് നമ്മൾ ആ ഒരു നമ്മുടെ ഷെയ്ക്കിൻ്റെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1.30 ഒന്ന് കട്ടൊക്കെ ചെയ്തിട്ട് ഞാനിവിടെ സെൻട്രലായിട്ടൊരു മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു വർക്കിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഇത് ലെയർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബേസ് ആയിട്ട് നമുക്കൊരു സൂം ട്രാൻസിഷൻ കൊണ്ടുവരാം. ഓക്കെ, ബേസ് സാധനമാണ്. ഞാനിവിടെ ഒരു സൂം ട്രാൻസിഷൻ കൊണ്ടുവരുന്നുണ്ട്. ശേഷം ഞാനിവിടെ ഈ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം ഈ ഗ്രാഫ് ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. എൻഡിലും വന്ന് ഞാൻ സൂം ചെയ്യുന്നുണ്ട്. അവിടെ ആ ഒരു ഫേക്ക് സൂം കൊടുക്കാനാണ് നിൽക്കുന്നത്. ശേഷം ഞാനിവിടെ ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് എനേബിൾ ഓവർഷൂട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊരു ബേസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഞാനിവിടെ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യാം. അപ്പം ആദ്യം ഞാനിവിടെ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. മിറർ എന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മളൊരു ബേസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ഞാൻ ഈ ഒരു ഷെയ്ക്കിന് കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഷെയ്ക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു സൂം ട്രാൻസിഷൻ എടുക്കണമെന്നില്ല. അതിന് പകരം നിങ്ങൾക്ക് പല ട്രാൻസിഷൻസും അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഷെയ്ക്ക് എന്ന് വെച്ചാൽ ഷെയ്ക്ക് മാത്രം നമ്മളൊരു വീഡിയോയിൽ അപ്ലൈ ചെയ്താൽ ഒരിക്കലും അതൊരു ഭംഗിയായിരിക്കില്ല. ആ ഒരു ഷെയ്ക്കിൻ്റെ കൂടെ നമ്മളൊരു ട്രാൻസിഷനും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഭംഗി നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് സൂം ട്രാൻസിഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം ഇവിടെ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് ഓസിലേറ്റ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഫ്രീക്വൻസിയിൽ വന്ന് 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. ഇവിടെ എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 2 തന്നെയാണ്. 2 തന്നെയാണ്. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മളൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 4.76 സെറ്റ് ചെയ്ത് കൊടുക്കാം. 4.76. ഓക്കെ, ഇതുപോലെ 4.76 ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച് ഈ ഒരു ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ മാഗ്നിറ്റ്യൂഡിൽ വരാം. മാഗ്നിറ്റ്യൂഡിലും വന്ന് ഇതുപോലെ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 സെറ്റ് ചെയ്യുക. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 100 സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് നമുക്കിവിടെ ഗ്രാഫും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ശേഷം ബാക്ക് വരാം. ശേഷം ഇവിടെ ഫേസും കാര്യങ്ങളൊന്നും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട. ഈ ഒരു 2 കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ, അതായത് ഫ്രീക്വൻസി, മാഗ്നിറ്റ്യൂഡ്, അത് 2 മാത്രം നമ്മൾ നോക്കിയാൽ മതി. ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. ബ്ലർ പോയിട്ട് നമ്മൾ ഈ ഒരു ഡിറക്ഷണൽ ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം നമ്മൾ അതിൻ്റെ ആംഗിൾ ഒന്ന് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 45 സെറ്റ് ചെയ്യുന്നുണ്ട് ആംഗിൾ. ശേഷം നമ്മൾ സ്ട്രെങ്ത്തിൽ വന്നിട്ട് 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, പിന്നെ സെൻട്രലായിട്ട് വന്നൊരു കീ ഫ്രെയിം. ഓക്കെ, സെൻട്രലിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 സെറ്റ് ചെയ്യുക. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒരു 0.10 സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചാൽ ആ ഒരു ഗ്രാഫ് ഒന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവാം. നമ്മളിവിടെ കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് RGB സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എഫക്റ്റ് കാണാൻ സാധിക്കും. ആ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളവിടെ സ്ട്രെങ്ത്തിൽ വന്നിട്ട് നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. നേരത്തെ നമ്മൾ ബ്ലറിൽ ആഡ് ചെയ്ത പോലെ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, സെൻട്രലിൽ വന്നൊരു കീ ഫ്രെയിം. സെൻട്രലിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0 എത്തിച്ചു കൊടുക്കുക. ശേഷം ഇവിടെ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്നൊരു 0.15. ഓക്കെ, 0.15 എന്ന് നിന്നോട്ടെ. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചാൽ ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ബാക്ക് വരാം.
ശേഷം വേറെ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. ശേഷം ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ആഡ് എഫക്റ്റ് പോവുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് ഓട്ടോ ഷെയ്ക്ക് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ഓട്ടോ ഷെയ്ക്കിൽ വന്നിട്ട് മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, സെൻട്രലായിട്ട് വന്നൊരു കീ ഫ്രെയിം. സെൻട്രലിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് ഒരു 8ലേക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം നമ്മൾ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് പേസ്റ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ ഈ ഫ്രീക്വൻസിയിൽ വന്നിട്ട് ഫ്രീക്വൻസി ഒരു 1.83 ഒക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ബാക്ക് വന്നിട്ട് നമ്മൾ കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മോഷൻ ബ്ലർ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് എഫക്റ്റ് പോവുക, ബ്ലറിൽ പോയിട്ട് മോഷൻ ബ്ലർ ആഡ് ചെയ്യുക. അതിൻ്റെ വാല്യൂ വന്ന് നമ്മളൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 1.5 ഒക്കെ സെറ്റ് ചെയ്യുക. അതായത് 1.50 ഒക്കെ സെറ്റ് ചെയ്യുക. ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് പോവുക, കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് നമ്മുടെ എക്സ്പ്ലോഷർ ആൻഡ് ഗാമ, അതായത് ഈ ഒരു എഫക്റ്റിലെ ഈ ഒരു വർക്കിലെ ലാസ്റ്റ് എഫക്റ്റാണ് എക്സ്പ്ലോഷർ ആൻഡ് ഗാമ. അത് നമുക്കൊരു ലൈറ്റ്നിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്പ്ലോഷർ ആൻഡ് ഗാമ ആഡ് ചെയ്തതിന് ശേഷം എക്സ്പ്ലോഷറിൽ വന്ന് നമ്മൾ നേരത്തെ ആഡ് ചെയ്തതുപോലെ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, ഇവിടെ സെൻട്രലായിട്ട് വന്നൊരു കീ ഫ്രെയിം. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒരു 0.70 ഒക്കെ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇത്ര ലൈറ്റിങ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. ശേഷം നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ശേഷം ആ ഒരു പിക്ക് ഞാനൊന്ന് മാറ്റുന്നുണ്ട്. അതായത് ഈ ഒരു പിക്ക് സെലക്ട് ചെയ്തിട്ട് കളർ ആൻഡ് ഫില്ല് പോയിട്ട് ആ പിക്കൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പിക്കാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു RGB സ്പ്ലിറ്റിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ഫസ്റ്റ് വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മൈനസ് ചെയ്തൊരു 0.5 ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് കസ്റ്റം ചെയ്യാവുന്നതൊക്കെയാണ്, നിങ്ങൾക്ക് ബോറാവാത്ത രീതിയിൽ. ഞാനതുപോലെ തന്നെ ഈ ഒരു രണ്ടാമത്തേലും ഞാനത് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ പിക്ചർ മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആ പ്രിവ്യൂ കിട്ടിയതുപോലെ ഒരു അടിപൊളി ഷെയ്ക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഷെയ്ക്ക് മാത്രമാണെങ്കിൽ നിങ്ങൾക്കത് തിരിയണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൂം ട്രാൻസിഷനും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ പ്ലേ ചെയ്യുമ്പം അത് സ്റ്റക്ക് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനൊന്ന് കറക്റ്റായിട്ട് എനിക്കിത് പ്ലേ ആവുന്നില്ല. കണ്ടില്ലേ, ഒരു സ്റ്റക്ക് വരുന്നുണ്ട് ആ ഒരു സൂം ട്രാൻസിഷനും. പിന്നെ ആ ഒരു പിക്കിൽ നിന്ന് മറ്റൊരു പിക്കിലേക്കൊക്കെ പോകുമ്പോൾ ലാഗ് വരുന്നുണ്ട്. അത് അലൈറ്റ് മോഷൻ്റെ പ്രശ്നമാണ്. കുറേ എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിവ്യൂ കണ്ടതുപോലെ തന്നെ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു അടിപൊളി ട്രാൻസിഷൻ തന്നെയാണ്, അടിപൊളി ഷെയ്ക്ക് തന്നെയാണ്. അപ്പം നിങ്ങളുടെ MP4 സ്റ്റാറ്റസ് വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പം എല്ലാവരും ഈ ഒരു ഷെയ്ക്ക് യൂസ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് NKL സൈനിങ് ഓഫ്.